ശനിയാഴ്ചക്കത്തെ വീഡിയോസ് ആയിട്ടാണ് ഇന്ന് ഞാൻ ഓടി പാഞ്ഞിങ്ങോട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നലെ നമുക്ക് ലീവ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു കാരണമില്ലാതാക്കണം ലീവ് എടുക്കൂലല്ലോ അല്ലേ. അപ്പോൾ കാരണങ്ങളൊക്കെ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളിൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല, അതാ തട്ടിമുട്ടിയൊക്കെ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ടും തന്നെ മക്കളെല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു സ്കൂളുണ്ടാവുകയെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം ലീവ് കിട്ടിയതല്ലേ, മഴയും കാര്യങ്ങളൊക്കെ ആയപ്പം ലീവൊക്കെ കിട്ടിയതല്ലേ, അപ്പോൾ സ്കൂളുണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ സ്കൂളില്ല കേട്ടോ. അപ്പോൾ നീച്ച് വന്നപ്പോൾ ഇതിനൊക്കെ ഒരുവിധമൊക്കെ നേരമായിട്ടുണ്ട്. അപ്പോൾ ചുണ്ടൊക്കെ നീണ്ടിട്ട് ഒരു കുഞ്ഞു കിളി ഇതിൽ വന്ന് ഇരിക്കാനുണ്ട് കേട്ടോ. രാത്രി ഒന്നും എങ്ങോട്ടും പോകില്ല, പക്ഷേ പകലാകുമ്പോൾ ആൾക്കാരെ വെട്ടം കാണുമ്പോഴത്തിന് തലവട്ടം കാണുമ്പോഴത്തിന് ഇറങ്ങി മണ്ടു കേട്ടോ. അപ്പോൾ അതിനെ പേടിയായിട്ടാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇപ്പം ഈ നേരത്താണ് ഞാൻ ചായയും കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഒരു ട്രിപ്പ് ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് മൂപ്പര് പണിക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞാനും മക്കളല്ലേ ആക്കം പോലെ കണ്ടുണ്ടാക്കി കുടിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് പല്ലൊക്കെ തേച്ച് വന്ന് കഴിഞ്ഞാൽ വേഗം എൻ്റെ എനർജി ഡ്രിങ്ക് ഒന്ന് കുടിക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് കുടിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാകുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് കുടിക്കലുണ്ട് കേട്ടോ. ആദ്യം ഞാൻ സ്ഥിരം കുടിച്ചെന്ന്, അപ്പോൾ പിന്നെ നിർത്തിയപ്പോൾ അതിൻ്റേതായ കുറച്ച് സൂക്കടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വീണ്ടും കുടിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കുടിച്ചാൽ എന്തോ ഒരു സമാധാനമാണ്. അപ്പോൾ അതൊക്കെ ഒരു അര ഗ്ലാസ് കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞു. അത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ദോശ ചൂടാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒത്തിരി മഴ ഇങ്ങനെ ചീറ്റിച്ചാറ്റി വരുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ മഴയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചീറ്റിച്ചാറ്റി ഇങ്ങനെ ചന്നം പാറി വരുന്നുണ്ട് ഏതായാലും. അപ്പോൾ എന്താകും അറിയില്ല. ഇപ്പം മഴ പെയ്യണതും പേടിയാണല്ലോ അല്ലേ, ഭയങ്കര പേടിയാണ്. മഴ രാവിലെ തന്നെ പെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര ആദ്യമാട്ടോ. എന്താ ചെയ്യുക, പെട്ടി പ്രമാണമൊക്കെ എടുത്ത് വെക്കണോ, അങ്ങനത്തെ ഒരു ചിന്തകളാണ് ഇടക്കും തലക്കും ഇങ്ങനെ വരല്. അപ്പോൾ മഴ ഇതങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ചായ ഉണ്ടാക്കി, ചായൻ്റെ ഇടയിൽ കടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കടി എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയാണ്, ചിലരത് ശരിയാവും ചിലരത് ശരിയാവില്ല അല്ലേ, അങ്ങനത്തെ കടിയാവും ഉണ്ടാകുക. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് പത്തിരിപ്പൊടി ഉണ്ടായിരുന്നു, കുറച്ച് ചോറും അതേമാതിരി ഇത്തിരി അവിലും ഒക്കെ പാടെ കൂട്ടിയിട്ടുണ്ട്, അരച്ച് വെച്ച സംഭവമാണ് കേട്ടത്. അപ്പോൾ കാണുമ്പോൾ തിരക്കേടൊന്നുമില്ല, പുളി ഇല്ലെങ്കിലും നല്ല അപ്പം കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. 1-2 ദോശകളൊക്കെ അങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടൊക്കെ കൊണ്ട് വന്നൊക്കെ ചെയ്തു. പിന്നെ ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പം മഴ നല്ല തിമിർത്ത് ഇങ്ങോട്ട് പെയ്തപ്പോൾ പിന്നെ കുറച്ച് നേരം വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ച്. പെരും മഴ ചെയ്തിട്ട് ഭയങ്കര മഴയൊന്നും വെള്ളമൊക്കെ വന്നിട്ട് നല്ലോ മഴ പെയ്ത് ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ബക്കറ്റിൽ നിന്ന് അറിയും, നമുക്ക് തിരുമ്പാനും കുളിക്കാനുള്ള വെള്ളം ഇവിടെ തന്നെ കിട്ടും, ഉറപ്പാണ്. അപ്പോൾ പുഴയ്ക്കൊന്നും ഇപ്പോൾ പോകാത്തതുകൊണ്ട് കലക്ക് മാറിയിട്ടില്ല കേട്ടോ. നമ്മളെ പുഴയത്തെ കലക്കൊന്നും മാറിയിട്ടില്ല, ഭയങ്കര കലക്കാണ് ഇപ്പോഴും. അപ്പോൾ എല്ലാവർക്കും പേടിയാണ്, ഇപ്പോൾ പുഴയിൽ ഇറങ്ങാൻ തന്നെ എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ കുറേ ദിവസത്തിന് കുളിക്കേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ കണ്ടറിഞ്ഞൊരു ഒരുമാതിരി ഒരു മട്ടുമാതിരിയായിട്ട്. അപ്പോൾ പുഴ എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. അപ്പം നല്ല മര്യാദക്ക് ദോശ ചൂടുന്നതല്ല നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെയാണ് ഉണ്ടായത്. കുറച്ചുകൂടിയാണ്ട് ഒരു 3-4 ദോശ അങ്ങോട്ട് ചുട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നു കേട്ടോ. ഒന്നാമത് അരിപ്പൊടി, പിന്നെ നമ്മൾ ചോറ്, അവിൽ ഒക്കെപ്പാട് അരി കൊണ്ടായിട്ടാന്ന് തോന്നുന്നത്. എന്തോ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 ചട്ടിയിലൊക്കെ ചുട്ട് നോക്കി, ലാസ്റ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ചപ്പോൾ ഒക്കെപ്പാടെ കയ്യിലിട്ടാണ്ട് ഒരൊറ്റ വരച്ചാണ്ട് അതിലാണ് മൂടി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ചുട്ടിട്ടില്ല, പിന്നെ അത് കാടി കൊണ്ട് കളഞ്ഞിട്ടോ. ഇത്തിരി മാവുള്ളതെന്ന് അത് കാടി കൊണ്ട് കളഞ്ഞ് അതിക്ക് ഞാൻ ഏതായാലും കുറച്ചപ്പം ചുട്ടല്ല, അതിക്ക് ഞാൻ ഉള്ളിയും തക്കാളിയും കൊണ്ട് വാട്ടിയാണ്ട് ഒരു ചട്നി പോലെ ഉണ്ടാക്കി. അപ്പോൾ അതും കൂടിയാണ് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം കേട്ടോ. ഇനിയിപ്പോൾ തിരുമ്പലും കൂടിയാണ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. മഴയൊക്കെ ചാറിയല്ല, നല്ല തിമിർത്ത് പെയ്തന്നെ പോയിക്കണം കേട്ടോ. അതാണ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരുമ്പലും കൂടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ തല നനച്ചില്ല കേട്ടോ. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങാൻ തന്നെ കഴിഞ്ഞിട്ടില്ലേന്ന്. അതിന് തല നനച്ചതൊന്നുമില്ല. തിരുമ്പലൊക്കെ കഴിഞ്ഞ് അത് ഉണക്കി പിന്നെ വന്നിട്ട് ചായ കുടിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കടന്നുണ്ട്. ഇനിയിപ്പോൾ ചോറൊക്കെ വെക്കണം. അപ്പോൾ വൈകുന്നേരത്തിനും ഒറ്റ ട്രിപ്പിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കടന്നു കേട്ടോ. പിന്നെ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ കൂടെ. പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കടന്നു. പിന്നെ ഈ ഒരു നേരത്ത് ഉണ്ണിമോളില്ല കേട്ടോ, ഓൾ അക്ഷയക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഓൾ പോയതാണ്. അപ്പോഴാണ് ഇവിടെയൊക്കെ ഞാൻ കാണുന്നത്. ആകപ്പാട് നമ്മളെ പട്ടികയൊക്കെ ചെതൽ പിടിച്ചു കേട്ടോ, ആകപ്പാട് ചെതൽ പിടിച്ചിക്കണ്. തട്ടാൻ നോക്കിയാൽ ഒന്നായിട്ട് ഇങ്ങോട്ട് പൊളിഞ്ഞാടും. അതുകൊണ്ട് ഞാൻ തട്ടൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ, ചെതലിനെ തട്ടൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ചെതൽ ജയിച്ചു, ഞാൻ തോറ്റു, അങ്ങനെയാണ് ഇപ്പോൾ പറയാനുള്ളത്. പിന്നെ കടക്കുന്തോറും നമുക്ക് ക്ഷീണമേറി ഇങ്ങനെ വരുമല്ലോ, അതാണ് കടത്തത്തിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. കടക്കുന്തോറും നമുക്ക് ക്ഷീണം ഇങ്ങനെ കയറി വരും. അപ്പോൾ കടന്ന് നീച്ച് കാലും കൈയൊക്കെ ഓടിച്ചിട്ട് ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നടന്നാലുണ്ട്. ആ ഒരു പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് കേട്ടോ. ആ ക്ഷീണം എന്നുള്ളത് പമ്പടക്കും. അപ്പോൾ പിന്നെ ഞാൻ തട്ടിപ്പടിഞ്ഞ് നീച്ച് ഞാനും കുഞ്ഞാറ്റയും കൂടി ഇതിൻ്റെ പേപ്പർ മാറ്റാനുണ്ടായിരുന്നു. നമ്മൾ TV സ്റ്റാൻഡ് അകപ്പാടൊന്ന് കേടന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പേപ്പറൊക്കെ വിരിച്ചൊന്ന് സെറ്റപ്പ് ആക്കിയിരിക്കണം. അപ്പോൾ കുഞ്ഞാറ്റ അടിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് അടുക്കളയിൽ ചെല്ലട്ടെ. അടുക്കളയിൽ ചെന്നിട്ട് ഞാനിതാ വേഗം
ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു അരിയൊക്കെ ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ കാബേജിൻ്റെ ഉപ്പേരി ഉണ്ടാക്കണം. പിന്നെ ഉണക്കമീനാണ് അവിടെ ഉള്ളത്, അപ്പോൾ അതൊന്ന് വെക്കണം. പിന്നെ കറി എന്തെങ്കിലും ഒന്ന് വെക്കണം കേട്ടോ. അപ്പോൾ ചോറ് വേകുമ്പോഴത്തിന് ഇതാക്കണം ഉപ്പേരി വെക്കട്ടെ. ഉപ്പേരി അതേപോലെ തന്നെ മീനും പൊരിച്ച് കഴിഞ്ഞാൽ പോലെ കറിയാണ്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഉപ്പേരിക്ക് ഞാൻ അരിഞ്ഞൊന്നും വെച്ചിട്ടില്ലല്ലോ, ശനിയാഴ്ചയല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ അരിഞ്ഞും പിടിച്ചൊന്നും വെച്ചിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കാലത്തുണ്ട് അരിഞ്ഞും പിടിച്ചാണ്ട് വെച്ചാലുണ്ടല്ലോ കുറേ സമയം നമുക്ക് രാവിലെ ലാഭിക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം രാവിലെ എങ്ങനെ എളുപ്പത്തിൽ പണി എടുക്കാമെന്നാണ് നമ്മൾ ആലോചിക്കണില്ലേ. അപ്പം എന്ത് കാട്ടണം, ഒരുവിധ പണികളൊക്കെ രാത്രി തന്നെ എടുത്ത് വെക്കണം കേട്ടോ. പാത്രം കഴുകലാണെങ്കിലും പിന്നെ അരിയലും പിടിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഉപ്പേരിക്കരിയ, കറിക്കരിയ, അങ്ങനെ അരി വെള്ളത്തിലിട്ടേക്കുക, കടല വെള്ളത്തിലിട്ടേക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് എടുത്ത് വെച്ചാലുണ്ടോ രാവിലെ വേഗം നമ്മളെ പണി കഴിയും കേട്ടോ. അപ്പോൾ പൊതുവെ നമുക്ക് അടുക്കള പണി എടുക്കാനും മടിയാണെന്നല്ല പറയുന്നത്, പക്ഷേ ആ ഒരു സമയത്തിനുണ്ടല്ലോ ഒരു ഇതുണ്ടല്ലോ, സമയത്തിനൊരു വാല്യൂ കൊടുക്കലുണ്ടല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ. നമുക്ക് വെറുതെ അടുക്കളയിൽ ഇങ്ങനെ അങ്ങോട്ട് തേരാപ്പാര അങ്ങനെ വണ്ടി നടന്നാൽ മതി. നമുക്ക് ഒരുപാട് പണികളുണ്ടല്ലോ. നമുക്കിത് മാത്രമല്ല നമുക്ക് ഇവിടെ പണിയുള്ളത്, വെക്കുക വിളമ്പ് അതൊന്നും മാത്രമല്ല നമുക്ക് പണിയില്ല, ഒരുപാട് പണികൾ നമുക്കുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ സമയത്തിന് ഓരോരോ പണികൾ എടുത്ത് തീർത്താലുണ്ടല്ലോ അപ്പോൾ നമുക്ക് സമയം കിട്ടും കേട്ടോ. ഇഷ്ടംപോലെ പണി എടുക്കാനായിട്ട് സമയം കിട്ടും. അപ്പോൾ ഈ പണിയെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളിതാ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതവും കാര്യങ്ങളൊന്നും അല്ല, എന്നാലും ഉണ്ടല്ലോ നമ്മളെ മനസ്സിന് സന്തോഷിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകുമല്ലോ. അപ്പോൾ എനിക്ക് ഇതാക്കണം കേക്ക് ഉണ്ടാക്കാനും തയ്ക്കാനും അതേപോലെ വീഡിയോ എഡിറ്റ് ചെയ്യാനും എടുക്കാനും അതൊക്കെ തന്നെയാണ് എനിക്കൊരു താല്പര്യം കേട്ടോ. അപ്പം എൻ്റെ ഒരു ഇഷ്ടം അതാണ്. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവില്ല അതേമാതിരിക്കൊക്കെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ടൈം വേണം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇതാക്കണം 24 മണിക്കൂറാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഇതാക്കണം 15 നേരം നമ്മൾ ഈ അടുക്കളയിൽ തന്നെയാണ്. രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകുന്നേരത്താണെങ്കിലും നമ്മൾ ഈ ഒരു അടുക്കളയിൽ തന്നെയാണ്. വേറെ പുറത്തുള്ളൊരു പണി എടുക്കാല്ല, നമുക്ക് ടൈമില്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ടൈമില്ല എന്ന് പറഞ്ഞവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര തോനാണ് പറഞ്ഞത്. കാരണം നമ്മൾ അറിയണതല്ലേ, നമുക്ക് ഇങ്ങനെ പതിഞ്ഞതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ സമയം കണ്ടെത്തുന്നത്. അപ്പോൾ നേരത്തെ കാലത്ത് നമ്മളെ പണിയൊക്കെ ഒരുക്കി തീർക്കണമെങ്കിൽ നമ്മൾ തലേന്നേ തുടങ്ങണുണ്ട്. തലേന്ന് പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ തലേന്ന് തുടങ്ങണം കേട്ടോ. അപ്പോൾ ഈ രാവിലേക്കുള്ള പരിപാടികൾ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടി വെക്കലൊക്കെ. അപ്പം ചിലപ്പോൾ അതൊക്കെ നമുക്ക് ഇതൊന്നും കഴിഞ്ഞോളണമെന്നില്ല അല്ലേ. ചിലപ്പോൾ ഇങ്ങനെയാണ് കഴിഞ്ഞോളണമെന്നില്ല. നമ്മൾ എന്ത് ചിന്തിച്ച് കൂട്ടി വെച്ചാലും ചിലപ്പോൾ ഇതൊന്നും കഴിഞ്ഞോളണമെന്നില്ല. എന്നാലും ഇതാക്കുന്ന ഓരോരോ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ രാവിലെ ഇങ്ങോട്ട് നീച്ചു വരുന്നത്. കണ്ണ് തുറക്കണ തന്നെ ഓരോരോ പ്രതീക്ഷയോട് കൂടിയാണ്, കണ്ണടക്കണം ആ ഒരു ചിന്തയോട് കൂടി തന്നെയാണല്ലോ. അപ്പോൾ ചിന്തക്ക് ഒട്ടും കോട്ടം വരുത്തണ്ട നിങ്ങൾ. അപ്പം ഞാനിതാക്കണം ഫസ്റ്റത്തെ പറഞ്ഞവർക്ക് നമ്മൾ ഇന്നൊരു കറി വെക്കാൻ പോകട്ടെ, ഒരു വെറൈറ്റി ആയിട്ട് ഒരു കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതാക്കുന്നത് ഇതിൽ നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ, നമ്മളെ ചാനലിൽ ഇത് ഇട്ടിട്ടില്ല. അപ്പോൾ എന്താ കറി ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ കറി. കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, ഉള്ളി ഉണ്ടായിരുന്നു, കിഴങ്ങുണ്ടായിരുന്നു, ഒരു ബീട്രൂട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു തക്കാളിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനോട് എന്ത് കറി വെക്കും അങ്ങനെ ആലോചിച്ച് അങ്ങനെ കുത്തിരുന്നപ്പോഴാണ് ഇങ്ങനൊരു കറി വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ സാമ്പാറാണ് എന്ന് പറയാം. അപ്പോൾ വെണ്ടയ്ക്കും തക്കാളി മാത്രം വെക്കാനാണെങ്കിൽ സംഭവം എല്ലാവരും ഉള്ളിയും കിഴങ്ങൊക്കെ 1-2 തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ വെക്കാമെന്ന്. അപ്പോൾ ഇതിൻ്റെ പേരാണ് എന്തെങ്കിലും ഇട്ടൊരു കറി ഇട്ടാ. അപ്പോൾ നമ്മൾ മൂപ്പര് കറി വെക്കാൻ കൊണ്ടുവരികയാണെങ്കിൽ ആകപ്പാടെ കൊണ്ടുവരിക ഒന്നെങ്കിൽ വെണ്ടയ്ക്കും തക്കാളി അല്ലെങ്കിൽ ഉള്ളിയും കിഴങ്ങും. ഇത് മാത്രമാണ് ഇട്ട് കൊണ്ടുവരിക. അല്ലാതെ ചേമ്പോ ചേന വെള്ളരിക്ക അങ്ങനത്തെ പരിപാടികളൊന്നും കൊണ്ടുവരില്ല. പിന്നെ കൊണ്ടുവരും സാമ്പാർ കഷ്ണങ്ങൾ കൊണ്ടുവരണം കേട്ടോ എന്ന് പ്രത്യേകം പറയുകയാണെങ്കിൽ കൊണ്ടുവരും കേട്ടോ, അല്ലാതെ ഒന്നും അങ്ങനെയൊന്നും കൊണ്ടുവരില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുമ്പോൾ ആ മൂപ്പരതുള്ളതെന്ന് കേൾക്കണതാണ് കേട്ടോ. ഇതൊക്കെ പാടിട്ട് എന്തെങ്കിലും ഉണ്ട് കറി വെച്ചോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയത് കറിയാണ് കേട്ടത്, എന്തെങ്കിലും കറിയാണ് കേട്ടത്. അപ്പോൾ ഈ കറി വെക്കാൻ വലിയ നയിപ്പൊന്നുമില്ല കേട്ടോ. ഒരു ചട്ടി വെക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാക്കണം നമ്മളെ കഷ്ണങ്ങളുണ്ട്, ഏതൊക്കെയാ കഷ്ണങ്ങൾ നിങ്ങളെ കയ്യിലില്ലേ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ ബീട്രൂട്ട് വരെ ഇട്ട് കൊടുത്തേക്കുന്നു കേട്ടോ. എന്നിട്ട് ഇതാക്കണം അതിൽ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക കേട്ടോ. ആ ഒരു കഷ്ണങ്ങൾക്ക് ഒക്കത്തിന് തന്നെ നല്ല പോലെ വെണ്ടക്ക പോലെ തന്നെ എല്ലാത്തിനും ഒന്ന് വരട്ടിയെടുക്കുക. പിന്നെ ഇതാക്കണം വരട്ടി വെച്ച കഷ്ണങ്ങളൊക്കെ നല്ല ചൂടാക്കി വരട്ടി വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത കഷ്ണങ്ങൾക്ക് ഉണ്ടല്ലോ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, അതേമാതിരി തന്നെ സാമ്പാർ പൊടി ചേർക്കാം കേട്ടോ. പരിപ്പും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ സാമ്പാറാകൊന്നുമില്ല. എന്നാലും എന്നിട്ട് ഇത്തിരി പുളിവെള്ളം ചേർത്ത് പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിനെ നോക്കുകയൊന്നും വേണ്ട, അത് അങ്ങനെ ആക്കും പോലെ കടന്ന് വെന്തോളും. അപ്പോൾ നമ്മളെന്താക്കണം അതിൻ്റെ ഒപ്പം കടന്ന് വേകുമൊന്നും വേണ്ടല്ലോ. ഞാൻ അതിൻ്റെ ഇടയിൽ ഇതാ ചോറ് ഊറ്റി വെച്ചു. പിന്നെ വീതനം നോക്കണ്ട, വീതന കാക്കപ്പാടെ ഇരപ്പിടിച്ച് കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ തന്നെ ഈ മീനിനെ ഒന്ന് പൊരിച്ചിട്ടിട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടിയും അതേമാതിരി തന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇല്ലാത്തൊക്കെ കുത്തിച്ചയച്ചിട്ടിട്ട് അങ്ങനെ ഒരു മീനും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരി ആയിട്ടുണ്ടല്ലോ.
അപ്പോൾ അതൊക്കെ മതി ഇന്ന് ഏതായാലും ചോറ് തിന്നാനായിട്ട്. ഇനിയിപ്പോൾ വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പം ഞാനെന്താക്കണത് കൊക്കിയും കുറച്ചൊക്കെ തന്നെയാണ് ഉണ്ടോ നടക്കണത്. ഇടയ്ക്ക് തലക്ക് ഇതാക്കണത് ചുമ ഉണ്ടല്ലോ, ഇങ്ങനെ തല പൊന്തിച്ച് ഇങ്ങനെ നോക്കലുണ്ട്. അപ്പോൾ അതാണ് ഈ കണ്ടുകൊണ്ട് നിൽക്കണത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതാക്കണ ഒരു അടിച്ചു വരുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾ ഇതാക്കണ ഓളെ മേശമത്തെ കുറേ പേപ്പറൊക്കെ വലിച്ചിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ തട്ടിക്കൊട്ടുന്ന പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്യാനാണ് പോയതൊന്നുമില്ല. അപ്പോൾ കുറേ പേപ്പറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും എന്തൊക്കെയോ പേപ്പറുകളുണ്ട്. ഏതായാലും അത് മറിച്ചിട്ട് പരിശോധിക്കുന്നുണ്ട്. അപ്പം നമ്മളെ വാഴക്കോലൊക്കെ അത് പഴുത്ത് ഏതായാലും അതിൻ്റെ ഒരു ലാസ്റ്റ് ചീർപ്പും കൂടി എത്തിക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊലയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഒന്ന് മറിച്ച് ഇരട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ചട്ടുകല്ലേ ഇവിടെ എന്നുള്ളത്. അപ്പോൾ എനിക്ക് എന്തോ ഇങ്ങനെയാണ് കേട്ടോ, മീൻ മറിച്ചിടാൻ അപ്പം മറിച്ചിടാനൊക്കെ ഇങ്ങനെ ചട്ടുകത്തിൻ്റെ ഒരു ആവശ്യം വരലില്ല. അപ്പോൾ ആദ്യം മുതലേ അങ്ങനെ ആയിട്ടാന്ന് തോന്നുന്നു കേട്ടോ. കത്തി കൊണ്ട് തന്നെയാണ് ഏറെക്കുറെ ഞാൻ മറിച്ചിടല്. അതിപ്പോൾ എത്ര ഒഴിവാക്കാൻ നിന്നാലും അതാണ് കഴിയണില്ല കേട്ടോ. 2-3-4 ചട്ടകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടല്ല ചട്ടകം ഉണ്ട്, അല്ലാത്ത ചട്ടകം ഉണ്ട്. പക്ഷേ എനിക്ക് അതാണ് വയ്ക്കണില്ല കേട്ടോ. കുറേ ഞാൻ ശ്രമിച്ച് നോക്കലുണ്ട് കത്തി എടുക്കാതെ നിൽക്കാൻ. പിന്നെ നമ്മളെ കറി ഇതാക്കണം വെന്ത് തുടങ്ങിയിരിക്കണം കേട്ടോ. നല്ല ഉസാറായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ കിഴങ്ങൊക്കെ വെന്തു, ബീട്രൂട്ടൊക്കെ വെന്തു. അപ്പോൾ ഏറെക്കുറെ ചിലവർക്കൊരു പേടി ഉണ്ടാവില്ല, ഈ വെണ്ടയ്ക്ക ഇതിലിട്ടാൽ വെന്ത് ഇങ്ങനെ അളിഞ്ഞു പോകൂലേ എന്നുള്ളൊരു പേടി ഉണ്ടാവില്ലേ. പക്ഷെ അങ്ങനെ എങ്ങനെ വെന്തിട്ടാലും നമ്മളെ വെണ്ടയ്ക്കൊക്കെ ഒരു കേടും പറ്റൂല കേട്ടോ. നല്ല ഉഷാറും വെണ്ടയ്ക്ക തന്നെയാണ്. പിന്നെ ഞാനിത് ഒന്ന് വറവിട്ട് കൊടുക്കട്ടെ. കടുകും കറിവേപ്പിൻ്റെ ഇലൊക്കെ ഇട്ടാണ് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറവിട്ട് കൊടുത്ത്. അപ്പം നമ്മളങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു കറി ഉണ്ടല്ലോ, എന്തെങ്കിലും ഉള്ളൊരു സാമ്പാർ, അപ്പോൾ അതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കറി വെക്കൽ. അപ്പോൾ ഇല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മനം നോക്കി നിന്നിട്ട് കാര്യമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തോ എടുക്കുമ്പോഴാണ് അതാണ്ട് ആയി തീരൽ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ എല്ലാ പണികളും അങ്ങനെ തന്നെ എടുക്കൽ. അപ്പോൾ എല്ലാതും കൂടിയിട്ട് നമ്മൾ ഒരു കാര്യവും നടക്കൂലല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 4 മൂടയും കൂടിയിട്ട് നമ്മളൊന്നും നടക്കൂല. അപ്പോൾ നമുക്ക് ഇതാക്കണം, ഒരു മൂലയായാലും നമുക്ക് എടുക്കാൻ കഴിയണം. അപ്പോൾ ഇതാ ഈ ഒരു പേപ്പർ പൊറുക്കൽ കഴിഞ്ഞിട്ടില്ല, ഈ പൊറുക്കിൻ്റെ പൊറുക്കൽ കഴിഞ്ഞിട്ടില്ല. ഭയങ്കര നോക്കലാണ്, എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞപ്പോൾ നേരെ 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജലദോഷമൊക്കെ പിടിച്ച് തൊണ്ടവേദന ആയതുകൊണ്ടും തന്നെ തിന്നാനൊന്നും വേണ്ടിയിട്ട് വല്ലാതെ ചോറും കാര്യങ്ങളൊന്നും തിന്നിട്ടില്ല. തിന്നണില്ല. രാവിലെ ആ ഒരു അപ്പം ചായ എന്താ കുടിച്ചാണ്, പിന്നെ ഒന്നും തിന്നതൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മളിതാക്കണം പുട്ടിന് തേങ്ങ ഇടണ്ടായിരിക്കും അങ്ങനെ തിന്നുകൊണ്ടേക്കാരും തൊള്ളക്ക് ഒരു ഒഴിവുണ്ടാവില്ല. അങ്ങാടിയത്തെ ആടുകളായിരിക്കും അങ്ങനെ കോട്ടിലിട്ട് ചമച്ചുകൊണ്ട് നടക്കണതാണ്. പക്ഷെ ഇപ്പം എന്തോ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര ചൊറിച്ചിലും ഉണ്ട്. ഇപ്പോൾ സോപ്പിൻ്റെ എന്തോ അലർജിയാന്ന് തോന്നുന്നു, കവളൊക്കെ ചൊറിയലുണ്ട്. അങ്ങനെ ഉണ്ടായാലുണ്ട് കേട്ടോ. ചില സോപ്പുകളൊക്കെ തേക്കുമ്പോൾ നമുക്ക് വല്ലാതെ ഉണ്ടായാലുണ്ട്. അപ്പോൾ ഇവളിതാക്കണ അക്ഷയയിലൊക്കെ പോയി വന്നിട്ട് ക്ഷീണിച്ച് വന്നിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ജലദോഷം, ഓക്കും ഉണ്ട്, തൊണ്ടവേദന ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓൾ ഡോക്ടറെ കാട്ടാൻ പോയപ്പോൾ ഇന്ന് ഡോക്ടർ ഇല്ല, ഡോക്ടർമാർ സമരമാണെന്ന് പറഞ്ഞിട്ട് ശനിയാഴ്ച. അപ്പം അങ്ങനെ ഡോക്ടറെ കാട്ടിയതൊന്നുമില്ല. അങ്ങനെ സമയം ഇതാണ് ഓടിച്ചാടി പോയോണ്ടിരിക്കണം. 1:40 ഇതുവരെ ഈ വീട്ടിലത്തെ ആരും ചോറ് തന്നിട്ടില്ല കേട്ടോ. എല്ലാതും ആക്കി വെച്ച് ഞാൻ ഇവിടെ വന്നിട്ട് കടന്ന്. അപ്പോൾ ആർക്കും ചോറ് വേണ്ട, ചോദിക്കണവരാർക്കും ചോറ് വേണ്ട. ഓലൊക്കെ അപ്പോൾ അതാക്കണം ഒരു 10 മണിയായപ്പോൾ ചായ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ തിന്നതാണ് കേട്ടോ. അപ്പോൾ ഇക്കും തന്നെ പൈക്കണും കാര്യങ്ങളൊന്നുമില്ല, എന്തോ വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഫോണൊക്കെ നോക്കിയിട്ട് തോണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെയാണ് ഇപ്പോൾ ഇവളിത് കൊണ്ടുവന്ന് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് ഇതാകണം ഉടുക്കാൻ ഒരു ഉടുപ്പ് അടിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ശീലയൊക്കെ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പം ഇതാകണം ഇങ്ങനത്തെ ഒരു ശീലയുണ്ട് വാങ്ങിയ നല്ല രസമുള്ളൊരു ശീലയാണ്. അപ്പം വലിയ കളറും കാര്യങ്ങളൊന്നും പോകില്ലാന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതുമ്മ ഇരിക്കണം, എന്നാലേ പോൽക്കൊരു സമാധാനം ഉണ്ടാകുള്ളൂ. ഇപ്പോൾ ഫ്രോക്ക് അടിക്കാനാണ് കേട്ടോ പറയണത്. ഇനിയിപ്പോൾ ഈ ഒരു നേരം വെച്ചിട്ട് ഫോണിൽ ഇങ്ങനെ ഭയങ്കര തിരച്ചിലാവട്ടെ, അതിൻ്റെ മോഡൽ തിരഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ രണ്ടാളും കൂടി ഇത് ഓളതാട്ടോ, മറ്റേത് മറ്റോളതാണ്. അപ്പോൾ ഇതാണ് ഓക്ക് ഇഷ്ടപ്പെട്ടാണ് ഇത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു ശീലം കേട്ടോ, നല്ലൊരു കർട്ടൻ്റെ തുണി പോലെയുള്ളൊരു ശീലം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞും ചെയ്തു കേട്ടോ, കർട്ടൻ തുണി ഞങ്ങൾ വാങ്ങിയതെന്ന് ചോദിച്ചും ചെയ്ത്. അപ്പോൾ ഏതായാലും നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ ഇത് വെട്ടി കൂട്ടി അടിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ മോഡലൊക്കെ ഫോണിൽ തിരയിലാവട്ടോ, ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് തിരച്ചിലാവും. അപ്പോൾ ഓല് തിരയട്ടെ എന്ന് വിചാരിച്ച് ഞാനിതാ കുറച്ച് ചോറ് തന്നിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തേലും കറിയുണ്ട്, പിന്നെ ഇതാകണ് ഉണക്കമീൻ പൊരിച്ചതും, പിന്നെ ഇത്തിരി ചോറ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിശയക്കാരല്ലേ. അപ്പോൾ നമ്മൾ ചോറ് തിന്നത് എത്രയാണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ കൂടുതൽ ആൾക്കാരും നമ്മൾ ഉച്ചക്ക് ചോറിയിട്ട് നല്ല സാറും ചോറിയിട്ട് കേട്ടോ. 1.5 പ്ലേറ്റ് ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് തിന്നുന്ന ആളാണ്. ഇപ്പോൾ ഇതാക്കണ തീരെ കുറവാണ് ചോറ് തിന്നുന്നത്, കഴിയണില്ല കേട്ടോ. തൊണ്ടവേദനയും കാര്യങ്ങളാണ്. ഡോക്ടറെ അടുത്ത് പോയിട്ടില്ല. വെള്ളം കൊണ്ട് കുലുക്കുന്നുണ്ട്, മാറു വയ്ക്കാരെന്ന് വിചാരിക്കുന്നുണ്ട്.
അങ്ങനെ ചൊറിയിറ്റും കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ കടന്നു. വീഡിയോ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് കടന്നതാണ്. പിന്നെ എന്തോ ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞേരം പിന്നെ ബ്ലൗസ് അടിക്കാണ്ടല്ലോ എന്ന് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇതാക്കണ് ബ്ലൗസ് അടിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേഗം ഒന്ന് അടിച്ച് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ വേഗം ഒന്ന് വെട്ടാൻ വേണ്ടിയിട്ട് ഇരുന്ന കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ വെട്ടലേക്ക് വല്ലാതെ അളവും കാര്യങ്ങളൊന്നും വേണ്ട, ഞാനിങ്ങനെ വെട്ടലാണ് കേട്ടോ. അതിൻ്റെ ഒരു റെഡിമെയ്ഡ് കൊണ്ടുവന്ന് വന്നാൽ അവൾക്ക് അളവിനില്ല ഒരു ബ്ലൗസോ എന്തെങ്കിലും കൊണ്ടുവന്ന് വന്നാൽ അതിമ്മ വെച്ചിട്ട് അങ്ങനെ വെട്ടി അടിച്ച് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ മേലെന്നില്ല അളവെടുക്കലൊന്നും വല്ലാതെ വശമില്ല, അത് സത്യം പറയാലോ. എടുക്കും കേട്ടോ. ഞാൻ എൻ്റെ കുട്ടികളുടെയൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് പഠിച്ച് നോക്കുന്നുണ്ട്. കൂടുതലായിട്ട് എനിക്കൊരു സമാധാനം കിട്ടുക പോലെ ഇങ്ങനെ അളവ് ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുക്കും തരുമ്പം. ഞാൻ പിന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഗായ്സ് നമുക്ക് ചേച്ചിക്ക് പനിയാണ്. അപ്പൊ ഗായ്സ് ചേച്ചി നാളെ കല്യാണത്തിനില്ല ഗായ്സ്. അപ്പൊ ഞാൻ നാളെ ഞാനും എൻ്റെ അച്ഛനും ഏട്ടനും പോകും ഗായ്സ്. എനിക്ക് സന്തോഷാണ് ഗായ്സ്. ഇവരോടൊക്കെ ഒന്നും ഉണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് ഇവർ ആരുമായിട്ട് കേൾക്കുന്നില്ല ഗായ്സ്. മൈക്കാണ് ഗായ്സ് ഇത്, അല്ല നിങ്ങളൊന്നും വിചാരിക്കാൻ പാടില്ല. അങ്ങനെ ഇതാക്കണം ഞങ്ങൾ മൂന്നാളും കൂടി ഇതാക്കണം അവിടെ കട്ടിലുമ്മ കടന്നു. ഓല് ഇതാക്കണം കട്ടിലുമ്മ കടന്ന് ഉറങ്ങുന്നുണ്ട്. അതേമാതിരി തന്നെ വ്ളോഗ് എടുക്കുന്നുണ്ട്. ഓൽക്ക് തമ്മിൽ നല്ല വ്ളോഗ് എടുക്കൽ നല്ല ഇഷ്ടമാട്ടോ. പക്ഷെ നമ്മളെ വീഡിയോയിലും കാര്യങ്ങളും ഓല് അങ്ങനെ വർത്താനൊന്നും പറയുമൊന്നുമില്ല. പക്ഷെ ഓൽക്ക് ഇതാ ഫോണം കിട്ടിയ തന്നെയാണ് പരിപാടി. വെക്കലും വളമ്പലും തിന്നലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കണ പണിയാണ് ഏട്ടത്തി അനിയത്തി. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ കുസു 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 പറയുന്നുണ്ട് ഗായ്സ്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇതാ ഗായ്സ് ആ വൈറ്റ് ആണ് കണ്ടോ. വൈറ്റ് ആണ് എൻ്റെത്. അതിൻ്റെ അപ്പുറത്തത് ചേച്ചിൻ്റെയാണ് ഗായ്സ്. അപ്പോൾ എൻ്റെ അച്ഛന് ഇത് അറിയാൻ പാടില്ല. അച്ഛനോട് പറഞ്ഞിട്ടുള്ളത് ഇത് അപ്പുറത്തെ വീട്ടിലത്തെ ഓരോ ആൾക്കാരെ കുട്ടിയുടെ ആണ് എന്നാ പറഞ്ഞിട്ടില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെ ഇതാക്കണ 36 പണിയാട്ടോ. ഇപ്പോൾ വ്ളോഗ് എടുക്കണത് ഓളെ പണിയാണ്. അപ്പോൾ ഏട്ടത്തി അവിടെ കിടക്കുന്നുണ്ട്. ഓക്ക് തീരെ കഴിയണില്ല കേട്ടോ. ജലദോഷം പിടിച്ചിട്ട് നല്ലൊരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗുളിക ഉണ്ടായിരുന്നു, അത് എടുത്ത് കൊടുത്തു. അങ്ങനെ ബ്ലൗസിൻ്റെ ഒരു പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് അതിൻ്റെ കുടത്തൊന്നും തുന്നാനുള്ളൂ കേട്ടോ. അതിൻ്റെ ബാക്ക് ഭാഗം ഒന്നും തുന്നാനൊന്നുമില്ല, അടിച്ചൊക്കെ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ മക്കൾ രണ്ടാളും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫാനിൻ്റെ കാറ്റൊക്കെ കൊണ്ടിട്ട് രണ്ടാളും ഉറങ്ങിയിട്ടുണ്ട്. ഏട്ടത്തി അനിയത്തി അവിടെ കടന്നു വീഡിയോ കോൾ ചെയ്യുന്നേ. വീഡിയോ കോൾ ചെയ്യുന്നു കൊണ്ടുപോകാൻ പോയതേനും. അപ്പൊ ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ഒക്കെ ഉണ്ട്. അപ്പൊ ഇജ്ജപ്പ എനിക്ക് വരേക്ക് വിളിച്ചൂടെ? ഇല്ല ഇജ്ജ് പോയിക്കോ. പിന്നെ വീഡിയോ എടുത്തത് ഇതാക്കണ രാത്രിയിലാട്ടോ. പിന്നെ തീരെ നേരം കിട്ടിയില്ല. ഇതാ ഇതൊക്കെ വെട്ടി കഷ്ണിച്ച് ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മേലൊക്കെ കഴുകി വന്ന് പിന്നെ ഇതാക്കണ് ഇതിന് എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ട്. പക്ഷേ നാളെ ഇതൊന്നും കൂടി റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ കുഞ്ഞാറ്റിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇത് നമ്മളെ ഉണ്ണിമോളുടെ ഡ്രസ്സാണ്. ഇതിന് കയ്യും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ നാളെയാണ് ഇതിനൊക്കെ കയ്യും കാര്യമൊക്കെ വെക്കുള്ളൂ. അങ്ങനെ ഇതാക്കണം. ഒരുവിധം നേരമായപ്പോൾ ഇതാക്കണം ശനിയാഴ്ച അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെയും തലയും വാലും മുറിയൊക്കെ എടുത്തിട്ട് നമ്മളെ ശനിയാഴ്ച ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.